തേങ്ങ ഇടാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ടായിരുന്നു. തേങ്ങ അടക്കിയൊക്കെ പറിക്കണമായിരുന്നു. അപ്പോൾ അതിന് ആൾ വന്നപ്പോഴത്തേനും ഞാൻ 2 കരിക്ക് ഇടിച്ച് 3-4 ഇട്ട് ഞാൻ 2 എന്തായാലും മേടിച്ച് കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ എടുത്തു. അങ്കിളിനെ കൊണ്ട് തന്നെ മണ്ടയൊക്കെ ചെത്തി വെപ്പിച്ച് നേരെ അതൊരു ശരീരത്തിനകത്തോട്ടൊക്കെ ഒഴിച്ച് മാറ്റി. അത് നമ്മൾ ഏതിനകത്താണോ കുടിക്കുന്ന ആ ഗ്ലാസ്സിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയും 1 നുള്ളു ഉപ്പൂടിടണം. പിന്നെ നാരങ്ങ പിഴിയണം കേട്ടോ. പിഴിയുന്ന സൂത്രം ഞാൻ കണ്ടില്ല, അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ അങ്ങ് പിഴിഞ്ഞ്. പിന്നെ എരിവുള്ള ഒരു പച്ചമുളക്. സത്യം പറയാൽ ഉപ്പും പച്ചമുളകൊക്കെ കരിക്കിനകത്തിട്ട് കൊള്ളാവോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അത് പോട്ടെ, അതിൻ്റെ കൂടെ നമ്മൾ കസ്കസ് ഇടണം കേട്ടോ. കസ്കസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഐസ് ക്യൂബ് ഇടണേ. തണുപ്പിന് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാറ്റി വെച്ച കരിക്കും വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. എൻ്റെ പൊന്നോ, എനിക്ക് പറയുമ്പോഴും സന്തോഷമാണോ എക്സൈറ്റ്മെൻ്റ് ആണോ. ഇനി ഒരു കരിക്കൂടി ഇരിപ്പുണ്ട്, അത് വല്ല പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കോ. മിക്കവാറും ഞാൻ പുഡിങ് ഉണ്ടാക്കത്തില്ല, ഈ സാധനം ഒന്നുകൂടെ ട്രൈ ചെയ്യും. 2-3-4 കരിക്കൂടെ മേടിക്കേണ്ടതായിരുന്നു. എൻ്റെ പൊന്നോ, എന്നെ ഒരു ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കും ഈ കരിക്കിൻ്റെ കൂടെ ഉപ്പ് കൊള്ളാവോ പച്ചമുളക് കൊള്ളാവോ എന്ന്. പക്ഷെ സംഭവം പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളി. 1 നുള്ളു ഉപ്പൊക്കെ ഇടാവുള്ളൂ. സൂപ്പർ സാധനമാണ്, മസ്റ്റ് ട്രൈ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.